നമസ്കാരം. പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിലും കേന്ദ്രവുമായി പ്രതിപക്ഷം ഏറ്റുമുട്ടി. നീറ്റ്, നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഇരുസഭകളും ബഹളത്തിൽ മുങ്ങി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മറ്റു ചർച്ചകൾ പരിഗണിക്കുന്ന കീഴ്വഴക്കമില്ല എന്നായിരുന്നു സഭാധ്യക്ഷന്മാരുടെ നിലപാട്. ലോക്സഭയിൽ പ്രത്യേക ചർച്ച വേണമെന്ന് ആവശ്യപ്പെടാനായി രാഹുൽ ഗാന്ധി എഴുന്നേറ്റെങ്കിലും തുടക്കത്തിൽ മൈക്ക് നൽകിയില്ല. പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്നാണ് മൈക്ക് ഓണായത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഓഫായി. ഓണാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മൈക്ക് നിയന്ത്രിക്കാൻ തന്റെ പക്കൽ പ്രത്യേക ബട്ടൺ ഇല്ല എന്നായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ മറുപടി. പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭ 12 വരെ നിർത്തിവെച്ചു. വീണ്ടും തുടങ്ങിയെങ്കിലും ബഹളം കടുത്തതോടെ ലോക്സഭ പിരിഞ്ഞു. രാജ്യസഭയിൽ ദീർഘനേരം നീണ്ട പ്രതിഷേധത്തിനിടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ഫൂലോ ദേവി നേതം നടുത്തളത്തിൽ കുഴഞ്ഞു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നന്ദിപ്രമേയ ചർച്ചയുമായി സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ മുന്നോട്ടു പോയതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത് പരീക്ഷാ ക്രമക്കേട് അടക്കം ഏതു വിഷയവും ഉന്നയിക്കാമെന്ന് ധൻഖർ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ആവശ്യത്തിൽ ഉറച്ചുനിന്നു. പിന്നീട് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇന്ത്യ സഖ്യകക്ഷികൾക്കൊപ്പം BJDയും സഭ ബഹിഷ്കരിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായി. പാർലമെന്റിൽ BJPയുമായി സഹകരിച്ചിരുന്ന BJD ഒഡീഷയിലേറ്റ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റിയതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷ നിരയ്ക്ക് ബലമേറി. BJDക്ക് രാജ്യസഭയിൽ 9 അംഗങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാണെങ്കിലും എല്ലാറ്റിനും അതിൻ്റെതായ സമയവും രീതികളുമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി എന്ത് സംഭവിക്കും എന്നറിയാതെ യുവജനങ്ങൾ ആധിയിലാണ്. വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠ തീർക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി യത്നിക്കും എന്ന സന്ദേശവും ഉറപ്പും പാർലമെന്റ് അവർക്ക് നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യസഭയിൽ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ പോരടിച്ചു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സംസാരിക്കാൻ അനുമതി നൽകാത്തതിനെതിരെ ഖാർഗെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവും നടുത്തളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ധൻഖർ പാർലമെന്റിന്റെ ചരിത്രത്തിലെ കളങ്കിത ദിനമാണ് ഇതെന്ന് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവും ഉപനേതാവും നടുത്തളത്തിൽ ഇറങ്ങുന്ന സ്ഥിതിയിലേക്ക് പാർലമെന്റ് കൂപ്പുകുത്തിയെന്നും കുറ്റപ്പെടുത്തി. പ്രസംഗിക്കാൻ അവസരം തേടി പലതവണ കൈ ഉയർത്തിയിട്ടും അധ്യക്ഷൻ അനുമതി നൽകിയില്ലെന്നും തന്നെ അദ്ദേഹം അപമാനിച്ചുവെന്നും ഖാർഗെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷത്തോടുള്ള സഭാധ്യക്ഷന്റെ ചിറ്റമ്മ നയം പാർലമെന്റിനെ കളങ്കപ്പെടുത്തി. താൻ 10 മിനിറ്റ് കൈ ഉയർത്തിയെങ്കിലും അദ്ദേഹം തന്റെ നേർക്ക് നോക്കിയതുപോലുമില്ല എന്നും ഖാർഗെ പറഞ്ഞു. രാവിലെ സഭ ചേർന്നയുടൻ മറ്റു നടപടികളെല്ലാം നിർത്തിവെച്ച് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടിരുന്നു.